ഞാനിപ്പോൾ കറ്റാഴയുടെ ജ്യൂസ് തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. ഈ കറ്റാഴയുടെ ജ്യൂസ് അത് 21 ഐറ്റംസ് ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസുകൾ മാത്രമേ ഞാൻ എൻ്റെ ഷോപ്പിൽ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ. വേറെ നെല്ലിക്ക സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്. ഇതെല്ലാം തണുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസുകൾ മാത്രമേ ഉള്ളൂ. ചെറിയ എരിവും കയ്പും കൂടി ഉണ്ട് കറ്റാർവാഴ ആയതുകൊണ്ട്. എന്നാൽ തേൻ്റെ മധുരമുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ ഇത് മറ്റുള്ള പോലെയല്ല, ശരീരത്തിന് കേടുള്ള ഒന്നുമില്ല എന്ന് മാത്രമല്ല റിജനുവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമസ്കാരം. കറ്റാർവാഴ തലയിൽ തേക്കാൻ മാത്രമല്ല അത് കുടിക്കാനും കൂടിയുള്ള ഒരു ജ്യൂസാണ്. അത്തരത്തിലൊരു കടയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. കലൂരിലെ ആസാദ് റോഡിലുള്ള ഒരു ചെറിയ കടയാണ്. ആ കടയിലെ ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഔഷധ ഗുണമുള്ള ജ്യൂസാണ് കിട്ടുന്നത്. കറ്റാർവാഴ പ്ലസ് തേൻ, പിന്നെ നെല്ലിക്ക ജ്യൂസുണ്ട്, നെല്ലിക്കയും അതിൻ്റെ കൂടെ കാന്താരിയുമുണ്ട്. അങ്ങനെ ഔഷധ ഗുണമുള്ള ജ്യൂസ് കിട്ടുന്ന ഈ വേനലിൽ നിങ്ങൾക്ക് ദാഹമകറ്റാനും ആരോഗ്യം നിലനിർത്താനും പറ്റുന്ന തരത്തിലുള്ളൊരു ജ്യൂസ് കിട്ടുന്ന കടയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ജെയ്ക്കബ്, കത്തിരിക്കടവിലെ വീട്. ഞാനിപ്പോൾ കറ്റാഴയുടെ ജ്യൂസ് തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. കറ്റാഴയെ പറ്റി ഒരു 7 വർഷത്തോളം പഠിച്ചതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. ഒറിജിനൽ ഹണി കിട്ടാൻ വേണ്ടി വളരെ നാൾ ശ്രമിച്ചു, ഒരുപാട് പൈസയും പോയി. അതിന് ശേഷം ഒറിജിനൽ ഹണി കിട്ടിയതിന് ശേഷമാണ് ഈ കറ്റാഴയുടെ ജ്യൂസ് അത് 21 ഐറ്റംസ് ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചാലുള്ള ഗുണങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരീരത്തിൽ തണുപ്പും, പൈൽസ്, അതേപോലെ ഒരു ഷുഗർ, പ്രഷർ, ഒരുപാട് അസുഖങ്ങൾ ഭേദപ്പെടുന്നത്. ശരീരം ബോഡി തണുത്തു പോകും. അങ്ങനത്തെ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കറ്റാഴവാഴ തന്നെ 700 ശിഷ്ടം വെറൈറ്റി ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതിൽ അകത്ത് കഴിക്കാവുന്ന കറ്റാഴവാഴയുടെ ജെല്ലി ചേർത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ 10 മണി തുടങ്ങി ഓപ്പണിംഗ് ആണ്. രാത്രി ഒരു 9 മണി വരെ ഉണ്ടാവും. ഞാൻ 21 ഐറ്റംസ് ചേർത്തിട്ടുണ്ടാക്കുന്ന തേൻ ഉൾപ്പെടെ 21 ഐറ്റംസ് ചേർത്ത്, അത് കറ്റാർവാഴയും മറ്റുള്ള ഇലകൾ, 3 തരം ഇലകൾ, മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, പച്ചമരുന്നുകളുടെ കൂട്ടം, നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസുകൾ മാത്രമേ ഞാൻ എൻ്റെ ഷോപ്പിൽ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഷെയ്ക്കൊന്നും ഞാൻ സെയിൽസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ഫുഡ് മാത്രമേ ഉള്ളൂ എൻ്റെ ഷോപ്പിൽ നിന്ന് ചെയ്യും. ചെറിയൊരു ഷോപ്പാണ്, എളിയ ജീവിതവും അങ്ങനത്തെ ബിസിനസ്സുമാണ് നമ്മൾ ചെയ്യുന്നത്. നാച്ചുറലായിട്ടുള്ള മാത്രമേ ചെയ്യുന്നു. ജെല്ലി അതിൻ്റെ ഉള്ളിലെ ജെല്ലി കട്ട് ചെയ്തിട്ട് ഉള്ളിലെ ജെല്ലി എടുത്തിട്ടാണ് ഇത് ചേർക്കുന്നത്. അതിനൊരു കണക്കുണ്ട്, ആ കണക്കനുസരിച്ച് ചേർക്കണം. കൂടുതൽ പല സൈസ് വെറൈറ്റി കറ്റാഴക്ക് ഓരോന്നിന് ഓരോ ടൈപ്പാണ് ചേർക്കേണ്ടത്. ഓരോ ക്വാണ്ടിറ്റിയെ ചേർക്കാൻ പാടില്ല, എല്ലാത്തിനും ഓരോ ക്വാണ്ടിറ്റി ചേർക്കാൻ പാടില്ല. ഈ ഇലകളും അതുപോലെ ഓരോ കണ്ടൻറ്റ്. പിന്നെ ചിലവർക്ക് പ്രത്യേക അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ഉള്ളത് ചേർത്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് അതിന് ഭേദം കിട്ടുന്നുണ്ട്. അങ്ങനെ പലർക്ക് ഗുണമുണ്ട്, അതുകൊണ്ട് അത് വരുന്നത്. ഞാൻ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒറിജിനൽ ഹണിയാണ് ചേർക്കുന്നത്. എപ്പോഴും സാധാരണ ഉച്ചക്ക് മുമ്പായിട്ട് വരും, പിന്നെ രാത്രിയാണ് കൂടുതൽ വരുന്നത്. നടക്കാൻ പറ്റുന്ന 3:30 മണി രാത്രി വെളുപ്പിന് വന്ന് തുറന്നിരിക്കാൻ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. ഞാൻ രാവിലെ ഡെയിലി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സെയിൽ ചെയ്യണം. അപ്പോൾ എനിക്ക് രാവിലെ വരാം. ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ക്ലീൻ ചെയ്തൊക്കെ പോകുമ്പോൾ 11 മണിയെങ്കിലും ആവും. എനിക്ക് ഉറങ്ങണ്ടേ.
മറ്റേതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ വന്ന് രാവിലെ പർച്ചേസ് ചെയ്ത് മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്ത് ഫ്രഷ് സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെച്ച് ഉപയോഗിക്കാറില്ല, ഫ്രിഡ്ജ് ഉപയോഗിക്കാറില്ല. വേറെ നെല്ലിക്ക സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, ഫ്രാഷൻ ബൂട്ട് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്. ഇതെല്ലാം തണുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസുകൾ മാത്രമേ ഉള്ളൂ. നെല്ലിക്ക സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 20 കൊല്ലത്തോളം ഇടുന്നുണ്ട് ഞാൻ. അതുണ്ടാകും, അതാണ് ഏറ്റവും ഫേമസ്. അത് ഒരാഴ്ച കൊണ്ട് 3-4 കിലോ ബൾക്കിത്തടി കുറയാറുണ്ട്. അത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ശരീരത്തിൽ വേസ്റ്റുകൾ കംപ്ലീറ്റ് പോയതിന് ശേഷം തന്നെത്താനെ ശരീരത്തിലെ വെയിറ്റ് കുറയണേന് കവും വേസ്റ്റൊക്കെ പോയിട്ടാണ് തടി കുറയണം. അല്ലാതെ കുറയും, കുടവയറ് തുടങ്ങി കുറയാറുണ്ട്. അങ്ങനെ തണുപ്പാണ്, ശരീരം തണുക്കാനുള്ള ജ്യൂസുകളെ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. രാവിലെ ഒരു 10 മണിയോട് തുറക്കാറുള്ളൂ. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ 1-1.5 മണിക്കൂർ വേണം. അത് രാത്രി 9 മണി വരെ ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാനും എടുക്കണം, 1 മണിക്കൂർ ചെല്ലാനും വേണ്ടി വരും. അത് 1-1.5 മണിക്കൂർ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അത്രയും ടൈം ഉണ്ടാവും, ഞായറാഴ്ച ഉണ്ടാവും. അത് നമ്മളത് കണ്ട് മനസ്സിലാക്കി എടുക്കണം. അത് ശരീരത്തിൽ ദോഷം ചെയ്യുന്നതാണ്, പോയിസൺ ഉള്ളതാണ്. പോയിസന് ഭാഗം സെലക്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ പോയിസൺ ഉള്ളത് കൊടുക്കാൻ പറ്റില്ല. അതിന് ചെറിയ ലൈറ്റായിട്ടുള്ള പോയിസൺ തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് പോയിസൺ കളഞ്ഞിട്ട് അത് നല്ല അകത്ത് കഴിക്കാവുന്ന കറ്റാർവാഴ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. ചെറിയ എരിവും കയ്പും കൂടി ഉണ്ട് കറ്റാർവാഴ ആയതുകൊണ്ട്. എന്നാൽ തേൻ്റെ മധുരമുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ ഇത് മറ്റുള്ള പോലെയല്ല, ശരീരത്തിന് കേടുള്ള ഒന്നുമില്ല എന്ന് മാത്രമല്ല റിജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാം. അതുകൊണ്ട് നല്ലത് തന്നെയാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. തീർച്ചയായിട്ടും അഡ്വൈസ് ചെയ്യും. ഞാനൊരു 10 കൊല്ലം മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്, പിന്നെ ഒരു 3 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ അതേ ക്വാളിറ്റിയും അത്രയും ശുദ്ധമായ സാധനങ്ങൾ കൊടുക്കുന്നത് ധൈര്യപൂർവ്വം അഡ്വൈസ് ചെയ്യാം. ദാഹം തോന്നുമ്പോഴൊക്കെ കൊക്കക്കോളയും പെപ്സിയും ഒക്കെ മേടിച്ച് കുടിക്കുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം ജ്യൂസുകൾ കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പൊണ്ണത്തടിയൊക്കെ കുറയും. കണ്ടില്ലേ, എന്നോട് ജഗപേട്ടൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ വയറൊക്കെ കുറയുമെന്നാണ് പറഞ്ഞത്. നെല്ലിക്ക ജ്യൂസാണ് ഞാൻ കുടിച്ചത്. അതുപോലെ കറ്റാർവാഴ കുടിച്ചു കഴിഞ്ഞാലും വയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിനൊക്കെ ഒരുപാട് ആരോഗ്യം കിട്ടും, അസുഖങ്ങളൊക്കെ മാറി നിൽക്കും. അപ്പോൾ മറക്കണ്ട, കലൂരിലെ ആസാദ് റോഡിലെ തുടക്കത്തിൽ വലത് സൈഡിലായിട്ട് തന്നെയാണ് ജേക്കബേട്ടൻ്റെ ഈ കടയുള്ളത്. കടയുടെ ഫോൺ നമ്പർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മറക്കാതെ ഒരു വട്ടമെങ്കിലും വന്ന് ഇവിടെ വന്ന് കുടിച്ച് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗുണവും നിങ്ങൾ മനസ്സിലാക്കുക. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.